കളർ വെക്കാനും നാച്ചുറലായിട്ട് ഗ്ലോ ആവാനും ആഗ്രഹിക്കുന്നവർക്ക് ചെയ്തു നോക്കാൻ പറ്റിയ ഒരു നാച്ചുറൽ റെമഡിയാണ്. ഈ ജ്യൂസിന്റെ അടുപ്പിച്ച് 7 ദിവസം കുടിച്ചു നോക്കിയാൽ തന്നെ നല്ലൊരു മാറ്റം തന്നെ കാണാൻ സാധിക്കും. മുഖത്തെ ടേനൊക്കെ മാറി മുഖം നല്ല ഗ്ലോ ആവാൻ ഇതുകൊണ്ട് സാധിക്കും. ഇതിനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇതിന്റെ ടേസ്റ്റ് നെക്സ്റ്റ് ലെവൽ ആക്കുന്നത്. അതിനുശേഷം ഇതിൽ കളറും ടെക്സ്ചറും കണ്ടാൽ തന്നെ കുടിക്കാൻ തോന്നും. നാച്ചുറലായിട്ട് നിറം വയ്ക്കാനും ബോഡി ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണിത്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. വലുത് ഒരെണ്ണം, ഒരു 3 ചെറുതുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ചിയാ സീഡ് നമ്മൾ മുമ്പേ തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു 2 മണിക്കൂർ മുന്നേ സോക്ക് ചെയ്ത് വെക്കണം. അത് നന്നായി കുതിർന്ന് അതിൻ്റെ ചുറ്റിലും ഒരു ജലാംശത്തിൻ്റെ ഒരു പാളി പോലെ വരുന്നത് വരെ നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി വേവിച്ചെടുത്ത ക്യാരറ്റ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതെല്ലാം കൂടി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ വെള്ളത്തോട് കൂടി ചേർത്ത് തന്നെയാണ് നമ്മൾ അത് അടിച്ചെടുത്തത്. ഇനി ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, നാളികേര പാലാണ് ചേർക്കുന്നത്. ഇത് ചേർക്കുമ്പോഴാണ് നമ്മുടെ ജ്യൂസിൻ്റെ ടേസ്റ്റും ടെക്സ്ചറൊക്കെ ഒന്ന് മാറുന്നത്. സൂപ്പർ ടേസ്റ്റായിട്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ടെക്സ്ചർ എത്ര സ്മൂത്ത് ആണെന്നല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതിൻ്റെ മുകളിൽ നമുക്ക് ആ ചിയാ സീഡ് സോക്ക് ചെയ്തതും കൂടി നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഒരാൾക്ക് 1.5 ടേബിൾ സ്പൂൺ വരെ ഒരു ദിവസം കഴിക്കാം. ഇത് സോക്ക് ചെയ്യാത്ത അളവാണ് കേട്ടോ പറഞ്ഞത്, ഇത് സോക്ക് ചെയ്തത് അളവല്ല. ഇതിൻ്റെ കൂടെ നമുക്ക് പംകിൻ സീഡും കൂടി മേലിൽ വിതറി കൊടുത്ത് നല്ല റിച്ചായിട്ട് തന്നെ കുടിക്കാം. ഇതിങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവാനും ടാനൊക്കെ പോയി മുഖമൊക്കെ നല്ല ഗ്ലോ ആവാനും ഹെൽത്തി ആയിട്ടിരിക്കാനും നമുക്ക് സാധിക്കും. ഇതോടുകൂടി നമുക്ക് വെള്ളം നല്ലോണം കുടിക്കണം കേട്ടോ. ഓരോരുത്തരുടെയും വെയിറ്റിനനുസരിച്ച് നമ്മൾ വെള്ളം നല്ലോണം കുടിക്കണം. ഈ ജ്യൂസ് അടുപ്പിച്ച് ഒരാഴ്ച കുടിച്ച് നോക്കൂ. നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം നന്നായിട്ട് അറിയാൻ പറ്റും. സ്കിന്നിലെ ടാനൊക്കെ പോയിട്ട് നല്ല ഗ്ലോ ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ഈ ജ്യൂസ് സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. കൂടാതെ നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെൽ ബട്ടണിൻ്റെ അടുത്തുള്ള ഓൾ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.